ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചില ആളുകൾ സ്ഥിരമായി പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. 1-2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വർക്കൗട്ട് ആയില്ല. സോ എന്തുകൊണ്ടായിരിക്കും റോങ് ആയിട്ടുള്ള വ്യക്തികളെ എല്ലായ്പ്പോഴും അട്രാക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? 3 പോസിബിൾ ആയിട്ടുള്ള റീസൺസ് ഇതിന് പുറകിലുണ്ട്. സോ ആ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 1, നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആവുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും അവരുടെ സ്വഭാവത്തിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള റെഡ് ഫ്ലാഗുകൾ കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് പലപ്പോഴും നിങ്ങൾ ആ റെഡ് ഫ്ലാഗുകൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അതൊക്കെ മാറും, അതൊക്കെ എന്നോടുള്ള ഇഷ്ടം കാരണമാണ് അങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു മിസ്റ്റേക്ക്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ റെഡ് ഫ്ലാഗുകൾ കാണുന്നുണ്ടായിരിക്കും, പക്ഷേ അതൊന്നുകിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഇഷ്ടം കാരണമാണ്, അല്ലെങ്കിൽ അതെല്ലാം നല്ലതിനാണ് എന്നുള്ള ഒരു രീതിയിൽ സ്വയം ന്യായീകരിച്ചുകൊണ്ട് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം. രണ്ടാണെങ്കിലും ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കത് റോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റോങ് ആയൊരു പേഴ്സൺ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കേണ്ടി വരുന്നത് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു വാർണിംഗ് എന്ന് പറയുന്ന ഈ ഒരു റെഡ് ഫ്ലാഗുകൾ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗൈഡൻസിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ്, യു ഓൾവേസ് ചൂസ് കെമിസ്ട്രി ബിഫോർ കമ്പാറ്റബിലിറ്റി. അതായത് നിങ്ങൾ എപ്പോഴും നോക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു കെമിസ്ട്രി, ഒരു ജസ്റ്റ് അടുപ്പം മാത്രമാണ് നോക്കുന്നത്. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പാണ്, അത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പകരം നിങ്ങൾ തമ്മിൽ ഒരു ഐക്യമുണ്ടോ, ഒരു യൂണിറ്റിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ, ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ കംപ്ലീറ്റ്ലി അൺഅവെയർ ആണ്, അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ വീണ്ടും റോങ് ആയിട്ടുള്ള വ്യക്തികളെ മാത്രം അട്രാക്ട് ചെയ്യുന്നതിന്റെ മറ്റൊരു റീസൺ. കാരണം നിങ്ങൾക്ക് ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഗ്രാജുവലി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ പരസ്പരം നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, കൃത്യമായി പേഴ്സണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങൾ തന്നെ ഇൻഡയറക്ട്ലി നിങ്ങളുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്നെ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, എന്നെ നിസ്സാരമായി ട്രീറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ എന്നെ എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം എന്ന രീതിയിലൊക്കെയാണ് നിങ്ങൾ ഇൻഡയറക്ട്ലി അവരോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ വളരെ വർത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടില്ല. ഒരു പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം, അതായത് കൃത്യമായ പേഴ്സണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ ബൗണ്ടറി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഒരു പരിധി കഴിയുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുന്ന സമയത്തായിരിക്കും. പക്ഷേ നിങ്ങൾ വളരെ നിസ്സാരമായി എന്നെ ട്രീറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ എന്നെ എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്തോളൂ എന്ന രീതിയിലൊക്കെയാണ് നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും കൂടുതലായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ റോങ് ആയിട്ടുള്ള വ്യക്തികളെ അട്രാക്ട് ചെയ്യുന്നതിന് റീസൺ ആണ്. സോ ഈ 3 മിസ്റ്റേക്ക് കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും റോങ് ആയിട്ടുള്ള പേഴ്സണെ തന്നെ അട്രാക്ട് ചെയ്യേണ്ടി വരും. സോ ഈ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്